ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി കുറച്ച് കാർഡ്സ് നമ്മളോട് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ എന്നത്തെയും പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്: രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഇമോഷണൽ കണക്ഷനെയാണ്, ലവിനെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. ഏത് സിറ്റുവേഷൻ ആയാലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ ക്ഷമയും എക്സ്പീരിയൻസും ഉള്ള ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ അവർ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ കാർഡ്സിൽ നോക്കൂ, വളരെ ദൂരെയായിട്ടൊരു ഷിപ്പ് കാണുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഡിസ്റ്റൻസ് അത്ര അധികമല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്കും അവർക്കും ഒത്തുചേരാനായിട്ട് യൂണിവേഴ്സ് ഇപ്പോൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മുന്നിലിരിക്കുന്ന കപ്പ് നിറയെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന, അത്രമേൽ സ്നേഹം തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡിലൂടെ മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടോ അവരുടെ കരിയർ നല്ലപോലെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നല്ലപോലെ മെറ്റീരിയൽ അബഡൻസ് വന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അവർ നല്ലപോലെ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എത്രയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നാലും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത്, അവർ ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങളിൽ അവരാഗ്രഹിക്കുന്നത് എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങിപ്പോകണം. ഞാൻ അവരോട് എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങൾക്ക് എനിക്ക് പരിഹാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവർ ഒറ്റയ്ക്കിരുന്ന് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. യൂണിവേഴ്സ് പറയാണ്, അവർ ഇപ്പോൾ നല്ലപോലെ ചിന്തിക്കുന്നുണ്ട്. അവർ ഉറച്ച നിലപാടോടുകൂടിയാണ് ചിന്തിക്കുന്നത്, ക്ഷമയോടുകൂടിയാണ് ചിന്തിക്കുന്നത്. കാരണം ഓടിപ്പടഞ്ഞ് നിങ്ങളിലേക്ക് വരുവാനല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ ചെയ്ത തെറ്റുകളെ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനാണ് ആഗ്രഹിക്കുന്നത്. എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ എംപ്രസ് ആണ് കിട്ടിയിട്ടുള്ളത്. എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ, നിങ്ങളെ അവർ കാണുന്നത് ഇപ്പോൾ ഒരു അമ്മയെ പോലെയാണ്. അവർക്ക് കിട്ടിയിരുന്ന സ്നേഹവും വാത്സല്യവും വേറെ ആരിൽ നിന്നും കിട്ടിയിട്ടില്ല. നിങ്ങളിൽ നിന്ന് മാത്രമാണ് അങ്ങനെ ഒരു കരുതൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു കരുതൽ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും അവരെ സ്നേഹിക്കുന്നത് അവരമ്മയാണ്, അല്ലേ? എന്നാൽ മുതിരുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയുടെ അടുത്ത് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, അല്ലേ? നമ്മുടെ അമ്മയോട് കുഞ്ഞിലെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ മുതിരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ മടിക്കും. വളരെ കുറച്ച് പേരെ അമ്മയോട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അവർ മുതിർന്ന് വലിയൊരു വ്യക്തിയാകുമ്പോൾ അവർക്ക് എല്ലാ കാര്യവും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവർ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോടാണ്, അല്ലേ? അപ്പോൾ അവർ കണ്ടിട്ടുള്ളത് ഒരു അമ്മയെ പോലെ, അതേപോലെ കരുതലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, സ്നേഹമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. അവർക്ക് ഇപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. അവരത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്. ആ ഒരു സ്നേഹവും കരുതലും എൻ്റെ പേഴ്സണാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതെനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. എനിക്ക് അത്രമേൽ ടെൻഷൻ വരുമ്പോൾ, അത്രമേൽ ഞാൻ ടയേർഡ് ആകുമ്പോൾ എൻ്റെ പേഴ്സൻ്റെ മടിയിലൊന്ന് കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്വപ്നം കാണുന്നുണ്ട് അവർ, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അട്രാക്ഷൻ വരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം നിങ്ങൾ തന്നെ ചിന്തിക്കാത്ത നിമിഷങ്ങളിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു. അവരിപ്പോൾ എന്നെ ചിന്തിക്കുന്നുണ്ടാവോ, അവരെന്നെ ഓർക്കുന്നുണ്ടാവോ, എങ്ങനെയായിരിക്കും അവരിപ്പോൾ ഇരിക്കുന്നുണ്ടാവുക, അവർ തിരക്കിലാവോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഓർമ്മ വരിക. അത് ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവിടെ മാനിഫെസ്റ്റ് ചെയ്ത് ആലോചിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 5 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സിനെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. ഈ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്.
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയ സമയത്ത് ബ്രോക്കൺ ഹേർട്ട് ആയിരുന്നു എന്ന് പറയുന്നു. ബിറ്റർനെസ്സിനെയാണ് കാണിക്കുന്നത്, ഡിസപ്പോയിൻമെന്റിനെയാണ് കാണിക്കുന്നത്. അത്രയധികം പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ നിമിഷം മുതൽ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ വരെ നിങ്ങൾ അത്രമേൽ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് പ്രാർത്ഥിക്കാനാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങളുള്ള വേദനകളെല്ലാം ഹീലാക്കി കളഞ്ഞ്, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീലാക്കി കളഞ്ഞ് നിങ്ങളോട് ബെറ്റർ ഫ്യൂച്ചറിലേക്ക് സ്വപ്നം കാണാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ. മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളോട് പ്രാർത്ഥിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ സ്റ്റാർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങളായിരുന്നു അവരെ ചേസ് ചെയ്തു പോയത്. എന്നാൽ പതിയെ പതിയെ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവാതെയായി. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി. ആ നിമിഷം മുതൽ, നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങിയ നിമിഷം മുതൽ, നിങ്ങൾ യൂണിവേഴ്സിലേക്ക് അടുത്ത നിമിഷം മുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ന് നിങ്ങളെ കാണാനായിട്ട്, നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സണാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ്. അവരുടെ തെറ്റുകൾ തിരുത്തി നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവർക്കൊരു മടിയുണ്ട്. എങ്ങനെ നിങ്ങളോട് സംസാരിക്കണം, എങ്ങനെയാണ് തെറ്റുകൾ തിരുത്തേണ്ടത്, എനിക്ക് എൻ്റെ പേഴ്സണെ വേണം, ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്, അവർ എന്നിലേക്ക് മടങ്ങി വരുവാനെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഈ സ്റ്റാർ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് സോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് ഒത്തിരി വേദനിച്ചു എന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം നിങ്ങൾ പ്രാർത്ഥിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി. നിങ്ങളുടെ പാതി വഴിയിലായ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഏതൊരു കാര്യമായിക്കോട്ടെ, ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങി. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇന്ന് എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ആവാത്തവർ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കരിയറിനെ കുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് ബെറ്റർ ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ കുറേ പേരൊക്കെ നല്ല കരിയർ ചൂസ് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങി, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങി, നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ പ്രോഗ്രസ് വന്നു തുടങ്ങി എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് പെൻഡക്കിളാണ് കിട്ടിയിട്ടുള്ളത്. പേജ് ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിഫെസ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ന്യൂ ഓപ്പർച്യൂണിറ്റി വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ എന്തെങ്കിലും കാര്യം എൻഡ് ആയിട്ടുണ്ടോ, ആ കാര്യം തുടങ്ങാനായിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ന്യൂ ബിഗിനിങ്ങിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. ഗുഡ് ന്യൂസിനെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ്, ഒത്തിരി പേര് ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ നല്ല ഒരു കരിയറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. കാരണം സ്കിൽ ആൻഡ് ട്രെയിനിങ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒത്തിരി കഴിവുള്ളൊരു പേഴ്സൺ ആണ് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് നിങ്ങളുടെ കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീംസിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സമ്പൽ സമൃദ്ധിയെയാണ് കാണിക്കുന്നത്. അത്രമേൽ സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ അടുത്ത കടന്ന് പറയുമ്പോൾ ദ മജീഷ്യനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒത്തിരി കഴിവുള്ള പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. സ്കിൽഡ് പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നാച്ചുറൽ ടാലൻ്റ് ഉള്ള പേഴ്സൺ ആണെന്ന് പറയുന്നു. പവർ ഓഫ് മാനിഫെസ്റ്റ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് സാധിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. എന്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹമായാലും അത്രമേൽ വിശ്വാസത്തോട് കൂടിയിട്ട്, പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യവും സാധിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ സാധിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ചെയ്തു തരുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ഉണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കൊരു ഗൈഡായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഏഞ്ചലിനെ വരെ യൂണിവേഴ്സ് നിയമിച്ചിട്ടുണ്ട്. ആ ഏഞ്ചൽ പറയുന്ന പോലെയാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു മാറ്റം വരുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞത് ദ ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലവിനെയാണ് സൂചിപ്പിക്കുന്നത്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്, സോൾമേറ്റ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്.
ഒരു ഹെൽത്തി ബൗണ്ടറിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുതരുമെന്നാണ് പറയുന്നത്. ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ തന്നെ ഉണർത്താനായിട്ട് യൂണിവേഴ്സ് കണ്ട ഒരു മാർഗമാണ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായില്ല, നിങ്ങൾ നിങ്ങളോട് സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്താണ്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അല്ലേ? ഇപ്പോൾ നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടേതായ കാര്യങ്ങളിൽ എൻഗേജഡ് ആയി തുടങ്ങി. കുറേ പേര് സ്വന്തമായിട്ട് ഏർണിങ്സ് ആയി തുടങ്ങി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയി തുടങ്ങിയെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതൊക്കെ വരാൻ കാരണം എന്താണ്? നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ടൊന്ന് നിൽക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു സമയത്ത് നിങ്ങൾ അവരില്ലാതെ പറ്റില്ല എന്നൊരു നിലപാടിലായിരുന്നു. എന്നാൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ തന്നെ മാറ്റിയിട്ടുണ്ട്. ഇല്ലെങ്കിലും സ്വന്തമായിട്ട് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളെ തന്നെ മാറ്റം വരുത്തുവാനായിട്ട് യൂണിവേഴ്സ് കരുതിയ ഒരു മാർഗമാണെന്ന് കരുതൂ. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ തലകൊമ്പിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കാം. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിന്റെ ഒരു ഭാഗമാണ്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടി തന്നെയാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ ആരുടെ മുന്നിൽ തലകൊമ്പിട്ട് നിൽക്കാനായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സ് അനുവദിക്കില്ല. നിങ്ങൾക്ക് ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ ഒരു ഏഞ്ചലിനെ വരെ നിയമിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുവാനും ധൈര്യക്കുറവില്ല. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ടൈം കാർഡ് കൂടെ എടുക്കാം. എന്താണ് ടൈം കാർഡിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം കാർഡ് എന്ന് പറയുമ്പോൾ അപ് ടു 9 വീക്സ് എന്നാണ് കാണിക്കുന്നത്. 9 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ കാണാനും സംസാരിക്കാനുമുള്ള ഒരു ചാൻസ് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ 18 ഡേയ്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും സംസാരിക്കുവാനും കാണുവാനുമുള്ള ഒരു ചാൻസ് 18 ദിവസത്തിനുള്ളിൽ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 27 ഡേയ്സ് എന്നാണ് പറയുന്നത്. 27 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണും കാണുവാനും സംസാരിക്കുവാനുമുള്ള ഒരു ചാൻസ് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ ഫോർത്ത് കാർഡ് എന്ന് പറയുമ്പോൾ അപ് ടു നെക്സ്റ്റ് ജൂലൈ എന്നാണ് പറയുന്നത്. 2-3 മാസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ്, ഈ 4 കാർഡ്സിൽ ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആകുവാന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. കാരണം ഇവിടെ കുറച്ച് പേരൊക്കെ ഹീലായിട്ടുണ്ടാവില്ല, പ്രാർത്ഥനയിൽ ഇത്തിരി കുറവുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ ഇത്തിരി കുറവുണ്ടാവാം. അങ്ങനെ കുറവുള്ള എനർജീസിനാണ് ഇവിടെ ഒരു 3-4 മാസത്തെ ഒരു ഡിലേ കാണിക്കുന്നത്. അങ്ങനെയുള്ളവർ നല്ലപോലെ പ്രാർത്ഥിക്കും, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും, യൂണിവേഴ്സിൽ അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കും. ആ ഒരു ഡിലേ കുറച്ചിട്ട് നിങ്ങളിലേക്ക് ബാക്കിയുള്ള കാർഡ്സിലെ പോലെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് പ്രാർത്ഥിക്കുക. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണെ മടക്കി കൊണ്ടുവരും. ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഏതൊരു ബ്ലോക്ക് വന്നോട്ടെ നിങ്ങളുടെ ലൈഫിൽ, അതെല്ലാം മാറുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത്രമേൽ ആഗ്രഹിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നേടാൻ സാധിക്കാത്തായിട്ട് ഒന്നുമില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മെസ്സേജ് ചെയ്യുക, പേഴ്സണലായിട്ടും അല്ലാതെയും. നിങ്ങളുടെ സ്വന്തം നിംസ്.